പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാ സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും
നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ യാത്രയുടെ ലക്ഷ്യത്തെയും സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദി പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുടെ ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിന് നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നസിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം, ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാനീ ധൂർത്തപുത്രൻ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാമോ?
അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്, എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപുകാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും, അവിടെ മുട്ടയെന്ന് മൂസ്വർഗസ്ഥനായി ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസൻ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന്. ഇത് ദൈവദർശന സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് പാപിയെ കാണുന്നത്? പ്രായശ്ചിത്തം ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട്, അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം ആൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചിലർ അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെയോ ചെന്നപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്, ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിലുള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും, നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാവ് പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപുകാലം. ഇത് ചെയ്യണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ തിരുവൽത്തായിൽ നിന്ന് സാക്ഷ്യം വരാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജീതു. ഞാൻ വരുന്നത് ചേർത്തല വയലാറിൽ നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കാവിലാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് മുമ്പേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2019-23 നഴ്സിംഗ് പഠിച്ചത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ ചേർന്ന് 6 മന്ത് കഴിഞ്ഞപ്പോൾ കോവിഡ് സ്റ്റാർട്ടാകുകയും നാട്ടിലേക്ക് പോരുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എനിക്ക് ക്ലാസ്സിലൊന്നും അത്ര ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലായിരുന്നു. എക്സാം വന്നു. എക്സാമിന് വേണ്ടി മാത്രമായിട്ടാണ് ബാംഗ്ലൂർക്ക് പോയത്. അവിടെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ സപ്ലി ഉണ്ടായിരുന്നു. അതിനിടയിൽ സെക്കൻഡ് ഇയർ ക്ലാസ്സും അതിൻ്റെ എക്സാമും എല്ലാം കൂടി ആയപ്പോൾ ഒട്ടും എക്സാമിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ ഒരു മാതാവുണ്ട്,
അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും പാസ്സാവും എന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് പറയുകയും ഞങ്ങൾ 6 പേരും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾ എക്സാം പാസ്സാവുകയും സെക്കൻഡ് ഇയറിലും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണം, ഫസ്റ്റ് ക്ലാസ് പോരാ എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് പോകുമ്പോഴാണെങ്കിലും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി ഉറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ കോളേജിൻ്റെ ഏറ്റവും പൊക്കത്തെ നിലയിലിരുന്ന് കരഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണ്, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ അന്നേരം രാവിലെ കോളേജിൻ്റെ സമയത്ത് ഇതുവരെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ രാത്രിയാണ് പബ്ലിഷ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ കണ്ടതായിരിക്കും എന്ന് കരുതി. പക്ഷേ അന്ന് 3 മണിയായപ്പോൾ കോളേജിൽ ഇരുന്നപ്പോൾ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് സെയിം സാഹചര്യം തന്നെയായിരുന്നു. കുറച്ച് പേരുടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തേക്ക് പോയി. എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ പോയിട്ട് റിസൾട്ട് നോക്കി വന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ട ആ സ്ഥലത്ത് തന്നെ അവൾ വന്ന് പറഞ്ഞു, നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന്. ഞാൻ ഒത്തിരി കരഞ്ഞ് മാതാവിനെ നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ 4th ഇയർ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷനോട് തന്നെ പാസ്സാക്കി. പിന്നീട് എന്ത് ചെയ്യും, പഠിക്കണോ അതോ ജോലിക്ക് കയറണോ എന്നുള്ളൊരു ഡൗട്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മൻ പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയും ഒരു ഏജൻസീനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവിടെ തന്നെ ഞാൻ പഠിച്ചു. പഠിത്തം അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു അപ്രതീക്ഷിതമായ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത് വന്നതല്ല, മാതാവായിട്ട് തന്നെ എന്നെ ഉടമ്പടി എടുപ്പിച്ചതാണ്. അങ്ങനെ ഉടമ്പടി എടുത്തു. പിന്നെ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. 3 മൊഡ്യൂൾ ഞാൻ എടുത്തു. പക്ഷേ ഒത്തിരി പഠിച്ചു ഞാൻ നന്നായിട്ട്. പ്രാർത്ഥന ഉണ്ടായിരുന്നു, എങ്കിലും അത്രയും പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ 3 മൊഡ്യൂളും ഞാൻ ഫെയിലായി. പിന്നീട് ഒത്തിരി കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലേക്കായി. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷേ നന്നായിട്ട് എഴുതിയതുമാണ്, പക്ഷേ പാസ്സായില്ല. പിന്നീട് 2 മൊഡ്യൂൾ എടുത്തു. ഞാൻ എക്സാം എഴുതാൻ പോയ സമയത്ത് എൻ്റെ ചാച്ചൻ്റെ അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിൽ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീട് പെട്ടെന്ന് തന്നെ അടുത്ത മാസം തന്നെ എനിക്ക് വീണ്ടും ഡേറ്റ് ലഭിച്ചു. അതിലും ഞാൻ 1 മൊഡ്യൂൾ പാസ്സായി. പിന്നീട് നെക്സ്റ്റ് മൊഡ്യൂളും പെട്ടെന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അത് ഞാൻ 1 മൊഡ്യൂൾ മാത്രമായിട്ട് എടുത്തു. അവിടെ പോയി അത് നന്നായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്താണ് ഞാൻ പോയത്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഇതേവരെയും കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പെടുത്ത് ആരും ചവിട്ടാത്ത ഇടങ്ങളിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറുന്നത്. അന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറേ സമയം ഞാൻ വെറുതെ ഇരുന്നു. പിന്നീട് എന്തോ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്നെ എക്സാം എഴുതിക്കോണം എൻ്റെ കൂട്ടത്തിലിരുന്ന്, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്ഭുതമൊന്നും എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചു, ഇറങ്ങിപ്പോന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു പാസ്സാവില്ല, ഒന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ എന്തൊക്കെയോ എഴുതി. ആ സമയത്ത് റിസൾട്ട് വരാൻ 45 ദിവസത്തിൻ്റെ അടുത്ത് വേണമായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറാം, ഇനി രക്ഷയില്ല, ആൾക്കാരുടെ ചോദ്യം അത്രയായി. അങ്ങനെ ജോലിക്കായിട്ട് പല സ്ഥലങ്ങളിലും പോയി. എനിക്ക് കേരള രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു. 1 ഇയർ ഗ്യാപ്പും ഉണ്ട്. അതുകൊണ്ട് എങ്കിലും ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മംഗലാപുരത്ത് ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നെങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും കൊന്തയും ഒന്നും മുടക്കാതെ തന്നെ മുന്നോട്ട് പോയി. കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് അവിടെ ചെന്നിട്ടാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പള്ളിയിലും പോകുമായിരുന്നു ആദ്യത്തെ 1 മാസം. ആ സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് ഞാൻ ഒരു തലേ ദിവസം എന്തോ ഞാൻ ഇങ്ങനെ കണ്ടു എനിക്ക് 71 മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ അതിനുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും ചുമ്മാതെയാണ് എന്ന് കരുതി ഞാൻ അടുത്ത ഡേറ്റ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. റിസൾട്ട് വന്നു എന്നറിഞ്ഞു. റൂമിൽ വന്നു. മാതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ എൻ്റെ ഫോൺ വെച്ചു, തൈലവും പൂശി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ആക്കിയത്. അപ്പോൾ എനിക്ക് 75 മാർക്കുണ്ടായിരുന്നു. ശരിക്കും എനിക്കതിന് ഒരു അർഹതയില്ല, ഒന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പിന്നീട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. 4-5 മാസത്തോളം വെയിറ്റ് ചെയ്തു, കിട്ടുന്നില്ല. പിന്നീട് എനിക്ക് എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു കുട്ടി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പാസ്സായി, ഞാൻ ഹൈദരാബാദാണ് ഡേറ്റ് എടുത്തത്, ചേച്ചി വേണമെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഏജൻറ്റിൻ്റെ നമ്പർ വന്നു. ഞാൻ ആ കൊച്ചിനെ വിളിച്ചു. പിറ്റേ മാസം തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി.
പോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഡ്യൂട്ടി നല്ല അവേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും എന്തോ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ച് പോയി. എക്സാമിന് കയറി. എക്സാമിനർ ചോദിക്കും, ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അവർ 20 മിനിറ്റിനോട് എടുക്കേണ്ട എക്സാം 5 മിനിറ്റ് കൊണ്ട് തീർത്ത് ഞങ്ങളെ 2 പേരെ ഇറക്കി വിട്ടു. അപ്പം കിട്ടില്ല എന്ന് ഉറപ്പായി. പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 70 ദിവസം എടുത്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 61 മാർക്കെന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയുടെ താഴത്ത് എഴുതി വെച്ചാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 67 മാർക്കുണ്ടായിരുന്നു. ഞാൻ 4 മൊഡ്യൂളും ക്ലിയർ ചെയ്തു. അങ്ങനെ പിന്നീട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എല്ലാം ശരിയാവുമെന്നാണ് ഏജൻറ്റ് പറഞ്ഞത്. അങ്ങനെ എല്ലാം പാസ്സായല്ലോ, ഇനിയിപ്പോൾ പ്രാർത്ഥന അത്രയും വലുതാക്കണ്ട എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥന കുറഞ്ഞു. ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തിട്ടും അവിടെ നിന്ന് കിട്ടേണ്ട ഒരു പേപ്പർ ബെഷേഡ് വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം അത് വരും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ നവംബറിൽ ജോലിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടും വന്നില്ല. പിന്നീട് ഞങ്ങൾ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി. 2 പേരും കൂടി പറഞ്ഞപ്പോൾ ഏജൻറ്റ് അവർക്ക് മെയിൽ അയച്ചപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ പേപ്പർ ജർമ്മനിയിൽ എത്തിയിട്ടില്ല, എവിടെയോ അത് മിസ്സായി എന്ന്. പിന്നീട് ഏജൻറ്റ് അവർക്ക് സോറി പറഞ്ഞ് മെയിൽ അയക്കുകയും 2 ആഴ്ച കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പം മനസ്സിലായി എന്തോ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ അത് മിസ്സാവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇതുവരെയും എനിക്ക് മാതാവിനെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് വെച്ചാണ് പ്രാർത്ഥിച്ചത്. മാതാവിനെ എനിക്കൊന്ന് തൊടാനുള്ളൊരു അനുഗ്രഹം വേണം. ഞാൻ നവംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്, ഉടമ്പടി പുതുക്കിയത്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനെ എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ബെഷേഡ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് പ്രീ അപ്രൂവൽ എന്നൊരു പ്രോസസ്സിംഗ് ആയിരുന്നു. അതിന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർക്കും 2 ആഴ്ച കൊണ്ട് കിട്ടി. എനിക്ക് അത് വന്നില്ല. 2 ആഴ്ച 3 ആഴ്ചയായി 4 ആഴ്ചയായിട്ടും വന്നില്ല. ഏജൻറ്റിനോട് ചോദിച്ചപ്പം ഇതൊന്നും ചെയ്യാനില്ല, അവരവിടെ നിന്ന് അയക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അവിടെ ആൾക്കാർ വെക്കേഷന് പോയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ജാനുവരി 15-ാം തീയതി ഞാനും അമ്മയും കൂടി കൃപാസനത്തിൽ വന്നു. കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കൂട്ടത്തിലുള്ളവർ അടുത്ത പ്രോസസ്സിങ്ങും കഴിഞ്ഞ് അവർ വിസയ്ക്ക് വെച്ചു. എന്നിട്ടും എൻ്റെ പ്രീ അപ്രൂവൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ പോരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏജൻറ്റിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഒരു അപ്ഡേഷനും ഇല്ല. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പേപ്പർ മേടിക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് ഗൂഗിൾ പേ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഏജൻറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിൻ്റെ ഒരു പേപ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ നിൻ്റെ പേപ്പർ ശരിയാവുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി മാതാവ് ഉണ്ട് കൂട്ടത്തിൽ, എൻ്റെ പേപ്പർ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. 2 ദിവസം വെയിറ്റ് ചെയ്തു. ഞാൻ 22 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 22 വന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ടെൻഷനായി. അവരുടെ വിസയൊക്കെ ഡിസ്പാച്ച് ആവുകയൊക്കെ ചെയ്തു. അവർക്ക് ടെൻഷനായി, ഞാനും കൂടി വന്നാലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവരാകെ വിഷമത്തിലായി. അവർ ചോദിക്കുന്നതും വീട്ടുകാരുടെ ചോദ്യവും എല്ലാം കൂടി അപ്പോൾ ആകെ വിഷമമായി. പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം തരുമ്പോൾ തരട്ടെ എന്നായി. ഒരച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, തടസ്സങ്ങൾ നേരിടുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഞാൻ അതിലുറച്ച് വിശ്വസിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാനിങ്ങനെ രാവിലെ ഒരു സ്വപ്നം കണ്ടു, എൻ്റെ പ്രീ അപ്രൂവലിൻ്റെ പേപ്പർ വന്നു എന്ന്. പക്ഷേ ഞായറാഴ്ചയും ശനിയാഴ്ച അവിടെ അവധിയാണ്, അപ്പോൾ അത് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രിയായപ്പോൾ ഏജൻറ്റ് മെസ്സേജ് അയച്ചു, പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ഓൾറെഡി 2 ദിവസത്തിന് മുമ്പ് എൻ്റെ പേപ്പർ വന്നതാണ്, പുള്ളി മെയിൽ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് കാണാതെ പോയതാണെന്ന്. അത് ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പോൾ 21 എൻ്റെ പേപ്പർ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയതാണ്, പുള്ളി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് കാണാതെ പോയതാണ്. പിന്നീട് അങ്ങോട്ട് എൻ്റെ എല്ലാം പെട്ടെന്ന് നടന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കെല്ലാം നോർമലായിട്ട് എല്ലാവർക്കും എടുക്കുന്ന ടൈമിൽ നടന്നാൽ അവിടെ ഒരു കൃപയുമില്ല, എൻ്റെ നോർമലായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സമയം ചുരുക്കി തന്നാൽ മാത്രമേ അവിടെ മാതാവിൻ്റെ കൃപയെന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർക്ക് 2 ആഴ്ച എടുത്ത കാര്യം എനിക്ക് 4 ദിവസം കൊണ്ട് നടക്കുകയും എൻ്റെ വിസ 9 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിസ്പാച്ച് ആവുകയും ഫെബ്രുവരി 14-ാം തീയതി എൻ്റെ വിസ എൻ്റെ കൈകൾ കിട്ടുകയും ഫെബ്രുവരി 17-ാം തീയതി എനിക്ക് ടിക്കറ്റ് എടുത്തു. ഞാൻ ഈ ഫെബ്രുവരി 23 തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്.
മാതാവ് ഈ ഒരു കാലയളവിൽ ഒത്തിരി സങ്കടങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഏറ്റവും നല്ല ബെസ്റ്റാണ് എനിക്ക് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കാറിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങുമായിരുന്നു. ആശുപത്രികളിലും അതുപോലെ എൻ്റെ ദേവാലയത്തിലുമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു, അത് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. ഉടമ്പടി ധ്യാനവും കൂടുമായിരുന്നു, അതും ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്തുള്ളവർക്ക് മെഡിസിൻ മേടിക്കാൻ ചിലർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അസൈൻ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടും സർജറിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെ നോക്കിക്കോണമെന്നും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കില്ലായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കുകയും വചനം എഴുതുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൊന്ത ചെല്ലുന്നത് എൻ്റെ എന്ത് ആവശ്യത്തിനാണേലും എനിക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ചെല്ലുന്നത് കൊന്തയാണ്. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ജീവിത വഴികൾ ഓരോന്നും ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. വീഴാതിരിക്കാൻ ദൈവം നമ്മളെ ഓരോ പ്രാവശ്യവും ഓരോരുത്തരെയും കൈകളിൽ ചുമക്കുന്ന ഒരു അനുഭവങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും കേൾക്കുന്നത്. ജിത്തു ദേവ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിലും അതുതന്നെയാണ് നാം കാണുന്നത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അമ്മയിൽ കൂടിയാണ്. കൃപാസനത്തെ പറ്റി കേൾക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആദ്യം ഈ മകള് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റാണ് ഇട്ടത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ പ്രാവശ്യവും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഫൈനൽ ഇയറിൽ ഒരു സ്വപ്നം കാണുകയും കൂട്ടുകാരുടെ എല്ലാം റിസൾട്ട് വരികയും ഈ മകൾക്ക് മാത്രം റിസൾട്ട് കിട്ടിയില്ല. ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. സ്വപ്നത്തിൽ കണ്ടത് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതായിട്ടാണ്. അന്ന് റിസൾട്ട് വരാതിരുന്നപ്പോൾ വളരെ ടെൻഷൻ അടിക്കുകയും പിന്നെ ബുദ്ധിമുട്ടോടെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാർ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്ന് റിസൾട്ട് കിട്ടുകയും ഡിസ്റ്റിങ്ഷൻ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോഴാ മകൾ കണ്ട സ്വപ്നവും യാഥാർത്ഥ്യമായെന്ന് ഈ മകൾക്ക് മനസ്സിലായി. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈശോ അമ്മയും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഈ മകൾക്കായി. പിന്നീടാണ് ഈ മകൾ പറഞ്ഞത്, പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് പ്രോസസ്സിങ്ങിന് വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കാൻ ചേരുകയും വളരെ ശ്രദ്ധയോടും കൂടി പഠിക്കുകയും ചെയ്തപ്പോൾ അവിടെയും പരാജയപ്പെടുകയാണ് വീണ്ടും. ഈ മകളുടെ ജീവിതത്തിൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു പോക്കാണ്. കുറച്ച് പ്രാർത്ഥിക്കും, മുന്നോട്ട് പോകും. പിന്നെ പരാജയപ്പെടുമ്പോൾ കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദൈവത്തിനെ ഈശോയും അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. വീണ്ടും വീണ്ടും ഈ മകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്, ഞാൻ പല പ്രാവശ്യവും എഴുതി, പല പ്രാവശ്യവും ഫെയിലിയറാണ്. പക്ഷെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ ഈ മകൾ മുന്നോട്ട് പോവുകയാണ്. ഈശോയിലും അമ്മയിലും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയാക്കിയാണ് ഓരോ പ്രാവശ്യവും. പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെയാണ്. എൻ്റെ ഓരോ ഫെയിലിയറും പരാജയങ്ങളുമെല്ലാം എൻ്റെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദൃഢപ്പെടുത്തുകയും ഈ മകൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ വഴികളിലും കഷ്ടതകളുടെ വഴികളിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിചാരമാണ് നമുക്ക് വേണ്ടത്. ദൈവം ഒരു കാവൽക്കാരനെ പോലെ നമ്മുടെ കാലിടറാതെ, കല്ലിൽ തട്ടാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. വീണു പോയാലും ഓരോ പ്രാവശ്യവും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് നയിക്കാനുള്ള ആ കരുത്ത്, ആ ധൈര്യമാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ മകളും അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ കാവലായിട്ട് ഈ മകളുടെ കൂടെ നടക്കുന്നതാണ്. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്ന അമ്മയാണ്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ കൂടെയാണ് നമ്മൾ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ എല്ലാ വഴികളിലും
ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജിത്തുദാസിനും കുടുംബത്തിനും ലഭിച്ച ഈ ദൈവകൃപയ്ക്ക്, അതായത് ഈ മകള് ഫെബ്രുവരി 23 ജർമ്മനിക്ക് പോവുകയാണ്. ടിക്കറ്റുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. പരാജയത്തിൽ പതറാതെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ തുറക്കുകയും ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ട് മാറാതെ നമുക്കും ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ജിത്തു ദേവനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എനിക്ക് ഒരിക്കൽ കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നേഹ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയൻ സഞ്ജയ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരി 17 അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം, എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടുന്നതിൽ വലിയ തടസ്സം ഉണ്ടായിരുന്നു. അതുപോലെ ജർമ്മൻ ഭാഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞ ആ ദിവസം തന്നെയായിരുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാധാരണ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തത്. അപ്പം നോർമലി നമ്മൾ നഴ്സിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകും. പക്ഷേ മാതാവ് എന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരുന്നു എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അപ്പം ഇൻ്റർവ്യൂ ഇല്ലാതെ അവരെനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്തു തന്നു. ഡിസംബർ 16 ആയിരുന്നു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കേണ്ട ദിവസം. അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഡിസംബർ 16 വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോയി. അപ്പം അവിടെയെല്ലാം സ്മൂത്തായിട്ട് തന്നെയായിരുന്നു നടന്നത്. അപ്പം ഏകദേശം ഒരു മാസം എടുത്തു എനിക്ക് വിസ വരാനായിട്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഏകദേശം 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ നടക്കുന്നു. എനിക്ക് എക്സാം പാസ്സാവാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. ഒരു മൊഡ്യൂൾ കിട്ടാൻ എനിക്ക് നല്ല പാടായിരുന്നു. അപ്പം അങ്ങനെ ഏകദേശം ഒരു 2 ഇയേഴ്സായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പം ഇനി ഇതിലൊരു റിജക്ഷനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മുന്നിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന് മുന്നേ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പം വിസയ്ക്ക് വെക്കാറായതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. പിന്നെ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അമ്മയ്ക്കും അമ്മയുടെ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഒരു കുടുംബത്തിലെ 2 പേരുടെ വരുമാന മാർഗ്ഗമാണ് സ്റ്റോപ്പായത്. പിന്നെ എൻ്റെ പപ്പ എന്ന് പറയുമ്പം ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം മൊത്തത്തിലൊരു ഫുൾ ക്വസ്റ്റ്യൻ മാർക്കാകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അനിയൻ ആൾ +1 അപ്പം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അവനെയും പഠിപ്പിക്കണം. അപ്പോൾ ജീവിതം മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്കിതിൽ റിജക്ഷൻ വരുത്തല്ലേ എന്നുള്ളതിൽ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ശക്തി നൽകിയിട്ടുണ്ടായിരുന്ന വചനം എന്ന് പറയുന്നത് ജെറമ്യ 31:16 കണ്ണുനീർ നിന്റെ കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് ഞാൻ പ്രതിഫലം ലഭിക്കും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അതുപോലെ ജെറമ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ, നിനക്ക് ജന്മം നൽകുന്ന ദൈവം ഗർഭപാത്രം അടച്ചു കളയുമോ. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് ഇത്രത്തോളം എത്തിച്ച എൻ്റെ ദൈവം എനിക്ക് ഇനിയും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ നടത്തിത്തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജനുവരി 17 ആയപ്പം എനിക്ക് എൻ്റെ വിസ വന്നു. ഞാൻ അന്ന് പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയി. മേടിച്ചു കഴിഞ്ഞ് ഞാൻ അടുത്തുണ്ടായിരുന്നൊരു പള്ളിയിൽ ഞാനും അമ്മയും കൂടെ പോയി പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാനത് പാസ്പോർട്ട് തുറന്നു നോക്കിയത്. അപ്പം അതിനു മുന്നേ എൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നം ലഭിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് കിട്ടും എന്ന് മാതാവ് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തുറന്നു നോക്കിയപ്പം 7ാമത്തെ പേജിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് വിസ തന്നു. ഞാൻ ഈ ഫെബ്രുവരി 28 ജർമ്മനിക്ക് പോകുകയാണ്. അപ്പം അതിനിടയിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഇവർ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്.
അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു 1,00,000-ന് മുകളിലൊക്കെ അവർക്കായിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അത്രയൊന്നും എഫോർഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിക്കണേ എന്നുള്ളത്. അതുപോലെ തന്നെ 74,000 രൂപയ്ക്കാണ് മാതാവ് എനിക്ക് ടിക്കറ്റ് തന്നത്. ഞാനിപ്പം ഈ ശനിയാഴ്ച പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് എനിക്കെൻ്റെ നെറ്റിയിൽ നല്ല രീതിയിൽ പുറ്റുപോലെ താരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നെറ്റിയുടെ ഇരുവശങ്ങളിലുമായിട്ട് വെള്ള പാണ്ട് പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര രീതിയിൽ ഞാനിപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പം ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ തൈലം ഞാനത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റിത്തരണം എന്നുള്ളത്. ഞാൻ മാതാവിൻ്റെ തൈലം മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം കുരിശുവര കഴിഞ്ഞിട്ട് എൻ്റെ നെറ്റിയിൽ ഞാൻ പുരട്ടും. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്കത് പൂർണ്ണമായിട്ടും, എനിക്ക് നെറ്റിയിൽ ഇപ്പോൾ ഒരു പാണ്ട് പോലും ഇല്ല, അത് പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി. ഇനി എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഇതെൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ കഴിഞ്ഞ വർഷം 10ൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഹിന്ദി, അതുപോലെ IT, സോഷ്യൽ, മാത്സ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. IT എക്സാം ആയിരുന്ന സമയത്ത് ഇവൻ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അറിയാമായിരുന്നിട്ട് എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല, എനിക്ക് മാർക്ക് നല്ലപോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഹിന്ദി ആണെങ്കിൽ അവന് ചെറുപ്പം തൊട്ടേ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. മാത്സ് ആണെങ്കിലും അവന് 80-ൽ 5ഉം 9ഉം മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു 85% കൂടുതൽ മാർക്ക് ഇവന് കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ സ്കൂളിൽ കയറിയിട്ട് ഇവൻ ഇരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പം ഇവന് സോഷ്യലിന് A ഗ്രേഡും മാത്സ്, ഹിന്ദി, IT A+, അങ്ങനെ ടോട്ടൽ 7 A+, 3 A നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഇവനെ അനുഗ്രഹിച്ചു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ട്യൂട്ടറായി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റുഡൻസിനോടൊക്കെ അവരിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അവരുടേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ അവരെന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും, കൃപാസനത്തിലൊരു മാതാവുണ്ട്, അപ്പം അവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും, എനിക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാനും അവിടുത്തെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണ്, നിങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോടൊക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ 2 സ്റ്റുഡൻസ് അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച്, മാസത്തിൽ 5 കെട്ട് പത്രമൊക്കെ ഞാൻ മേടിച്ച് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പം പ്രോസസ്സിങ് റിലേറ്റഡായിട്ട് ഞാൻ എവിടെ പോകുവാണെങ്കിലും, ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാവർക്കും ഞാനിത് പറഞ്ഞ് ഞാൻ കൊടുക്കും, ഞാനും അമ്മയും കൂടെ. പിന്നെ കാരുടെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, അടുത്തുണ്ടായിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും, പൈസയാണെങ്കിൽ പൈസയായിട്ട് കൊടുക്കും, സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, അവരോട് കുറച്ച് നേരം സംസാരിക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന 2-3 സ്റ്റുഡൻസിന് ഞാൻ അവർ പറഞ്ഞ നാൾ വരെ ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, അതുപോലെ ബൈബിൾ വായിക്കും, 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മടിയൊക്കെ മാറി. ഞാനൊരു ദിവസം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ചില ദിവസങ്ങളിൽ 4 ജപമാല, ചിലപ്പോൾ ഞാൻ 5, അതല്ലെങ്കിൽ 1, 2 അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഈ പാസ്പോർട്ട് വെച്ച് തൈലം അതിൽ പുരട്ടി എൻ്റെ ഉടമ്പടി കാശ് രൂപം അതിൽ വെച്ച് ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവായിട്ടിരുന്ന് കൂടും. ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം അത് വേണ്ടുന്ന എനിക്ക് തോന്നുന്നവർക്ക് ഞാനത്
എല്ലാ സാക്ഷ്യങ്ങളും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും അത് യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവർക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ സാക്ഷിയാണ്, എനിക്കും ഇങ്ങനത്തെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കും. അതുപോലെ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും ഞാൻ വായിക്കും. ബൈബിളിലൂടെയായിരുന്നു ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി എൻ്റെ മുന്നിൽ വരുവാണെങ്കിലും ഈശോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബൈബിളിലൂടെയായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. മാതാവിനെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വിളിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. സഹായത്തിനായി ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥന ചില സമയത്ത് ശൂന്യമായി തോന്നാം, വ്യർത്ഥമാണെന്ന് തോന്നാം. നിരാശയിൽ നിൽക്കുമ്പോൾ വചനം പറയുന്നത് ദൈവത്തെ വിളിക്കൂ. ദൈവം അവഗണിക്കുന്ന ദൈവമല്ല, കഷ്ടതയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. നാം ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഉറപ്പാണ് വചനം പറയുന്നത്. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെ ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. നീ എന്ത് കഷ്ടത്തിൽ നടുവിലായിരുന്നാലും, രോഗമായാലും ചികിത്സയായാലും സാമ്പത്തിക തകർച്ചയായാലും ബന്ധങ്ങളിലെ വേർപാടോ വേദനകളോ ആയിരുന്നാലും മാനസിക സമ്മർദ്ദമായാലും ഇൻ്റർവ്യൂ പരീക്ഷ പാസ്സായിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമായാലും എന്ത് തന്നെ ആയാലും ദൈവം പറയുന്നത് നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ്. രക്ഷയും മഹത്വവും ദൈവത്തിൻ്റെ കൈകളിൽ നിന്നാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരമരുളിയ ഒരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് സ്നേഹ ഷാജു എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ ആദ്യം ഉടമ്പടി എടുത്തു. പിന്നെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. B2 എക്സാം പാസ്സായതും ജർമ്മൻ ഭാഷ പഠിച്ചതുമെല്ലാം ഈ മകൾ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈ പ്രാവശ്യം സാക്ഷ്യപ്പെടുത്തിയത് വിസ കിട്ടിയതും പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടിയതുമാണ്. ഈ മകൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുകയും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മകൾ ടിക്കറ്റുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. നന്ദി പറയാൻ മാത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ മകളുടെ സാക്ഷ്യത്തിൽ ഉടനീളം പറഞ്ഞു, സ്വന്തം അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലെല്ലാവരും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മയുടെ സ്വപ്നത്തിൽ 7 എന്നൊരു ഡേറ്റ് കാണുകയും 7ാമത്തെ പേജിൽ വിസ അടിക്കുമെന്നാണ് ഒരു സ്വപ്നം കണ്ടതും. പിന്നീട് പാസ്പോർട്ട് കിട്ടിയപ്പോൾ അതിനകത്ത് തന്നെയാണ് വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയതായിട്ടുമാണ് ഈ മകൾ പറഞ്ഞത്. വിസ അപ്രൂവ്ഡ് ആയിട്ട് കിട്ടിയതാണ്, 7ാമത്തെ പേജിൽ കിട്ടിയതെന്നാണ് മോൾ പറഞ്ഞത്. ഇവിടെ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ്, ഒരു ഇടപെടലാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം വരലുന്ന ഒരു ദൈവമാണ് നാം ഇവിടെ കാണുന്നത്. മകളോട് പറയുകയും 7 എന്ന ഡേറ്റിൽ തന്നെ വിസ അപ്രൂവ് ആവുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. ഇവിടെ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാകുന്നത് വിളിക്കുമ്പോൾ ഉത്തരം വരലുന്ന ഒരു ദൈവത്തോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയോടാണ് നാം ഓരോ കാര്യങ്ങളും പറയുന്നത്. ആ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അടുത്ത് ചെന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം പറയുന്നതും നമുക്ക് വേണ്ടി മേടിച്ചു തരുന്നതുമെല്ലാം. അങ്ങനെ ഈ മകൾക്ക് വിസയും കിട്ടി. ഫെബ്രുവരി 28-ാം തീയതിയാണ് ജർമ്മനിക്ക് പോകുന്നത്. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഈ മകൾ പറഞ്ഞത്. കൂട്ടുകാർക്കെല്ലാം ടിക്കറ്റ് കിട്ടി, പക്ഷേ ഒരു ഹൈ റേറ്റിലായിരുന്നു. ഈ മകൾ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മകളും വീണ്ടും പ്രാർത്ഥിച്ചു, ടിക്കറ്റ് കുറച്ച് റേറ്റിൽ കിട്ടണമേ എന്ന്. പ്രാർത്ഥിച്ചതുപോലെ തന്നെ വീണ്ടും ഉത്തരം വരലുന്ന ദൈവം ടിക്കറ്റ് വളരെ കുറവായിട്ട് തന്നെ റേറ്റിൽ തന്നെ ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ വിലപിക്കുന്ന വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും അവഗണിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് വീണ്ടും വീണ്ടും മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. രോഗസൗഖ്യം അതുപോലെ തന്നെ നെറ്റിയിൽ താരനായിരുന്നു. ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഈ മകൾക്ക് പൂർണ്ണമായി രോഗസൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെ സ്വന്തം അനിയൻ്റെ കാര്യം, ആങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പഠനത്തിൽ വളരെ വീക്കായിരുന്നു, പല സബ്ജക്റ്റിനും വളരെ വീക്കായിരുന്ന സ്റ്റുഡൻ്റായിരുന്നു. പക്ഷെങ്കിൽ അമ്മയുടെ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൻ്റെ
ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഉറപ്പിലാണ് അമ്മ പോകുന്ന വഴിക്ക് സ്കൂളിൽ കയറി ഉടമ്പടി തൈലം ആ സ്കൂളിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരമാണ് ഈ മോളവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാധിക്കില്ല എന്നറിയാം, എങ്കിലും അസാധ്യമായതൊക്കെ തരുന്ന ഒരു ദൈവത്തോടാണ് 85% മാർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് ഈ മകന് 85% മാർക്ക് ലഭിക്കുകയും ആ മകന് SLC പരീക്ഷ നല്ലപോലെ പാസ്സാവാൻ സാധിക്കുകയും ചെയ്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉള്ളപ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: തളർന്നവൻ അവന് ബലം നൽകുന്നു, അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു എന്നാണ്. നമ്മുടെ തളർന്ന നിമിഷങ്ങളിൽ ഈശോയുടെ അടുത്ത് വരുമ്പോൾ, നമ്മുടെ ദുർബല നിമിഷങ്ങളിൽ എവിടെ പോകും എന്ത് ചെയ്യുമെന്നുള്ള അറിയാൻ മേലാത്ത അവസ്ഥയിൽ ഈശോയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഉത്തരം വരളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് പറയുന്നത് കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കാനാണ്, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം വചനം പറയുന്നത്. കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നത്. നമുക്കും വിശ്വാസത്തോടെ ആ കരങ്ങളിൽ പിടിച്ച് ദൈവത്തിലേക്ക് നമ്മുടെ ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരം വരുളും എന്ന് പറഞ്ഞതുപോലെ അത് വാക്കിൽ വിശ്വസിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മയിലൂടെ നമുക്കും ദൈവത്തെ വിളിക്കാം. കഷ്ടത തരണം ചെയ്യാൻ സഹിക്കുവാനുള്ള ശക്തിയും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് തരുന്നു. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. സ്നേഹ ഷാജുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് സിന്ധു. ഞാൻ ആദ്യം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. കൊല്ലം കുണ്ട്രയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2000 ഞാനിവിടെ വന്ന് ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ട് പ്രാർത്ഥിച്ചു പോയതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ജനങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് എന്നെ എന്ന് ഉടമ്പടി എടുക്കാൻ അമ്മ വിളിക്കുന്നോ അന്ന് ഞാൻ വരാം എന്നും പറഞ്ഞാൽ പോയത്. പക്ഷേ 2025 19-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഭവനമില്ലായിരുന്നു. ഞാൻ കൊല്ലത്ത് എൻ്റെ മകൾ LLBക്ക് പഠിക്കുന്ന സമയത്ത് കേരളപുരത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അവിടെ അടുത്ത് തന്നെ പള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയും എനിക്കിവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും എനിക്ക് കൃപാസനത്തിൽ പോകാനും ഒക്കെ ഉള്ളൊരവസരം അവിടുന്ന് പറ്റുമല്ലോ. അതുകൊണ്ട് എനിക്കൊരു ഭവനം ഒരുക്കി തരണം. അതുപോലെ തന്നെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, അവളുടെ ജോലി, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് പറയുമായിരുന്നു. എന്നും ഞാൻ വിശ്വാസ ജീവിതത്തിൽ 6 വർഷം കൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ വിശ്വാസത്തിലാണ് ജീവിച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ നിശ്ചിത സമയം കൊണ്ട് തന്നെ എനിക്കൊരു ഭവനം ഒരുക്കാൻ പറ്റി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ. ഞാൻ സമയം നോക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ബൈബിളും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പടവും ഒക്കെയായി ഒരു മെഴുകുതിരിയുമായാണ് ഞാൻ ആ വീടിനകത്ത് കടന്നത്. അതിനുശേഷം ആദ്യം വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം നോക്കുമ്പം 7 തൊടിയിൽ നിറഞ്ഞ് വെള്ളം കിടക്കുന്ന ആ കിണറ്റിൽ വെള്ളം ടാപ്പ് തുറക്കുമ്പോഴെല്ലാം ചായയുടെ കളറിലാണ് വെള്ളം വരുന്നത്. ആകെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നിട്ട് അമ്മയെ നോക്കി പ്രാർത്ഥിച്ച് ഇതിങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ. എന്താ ഞാൻ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ, എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ അപ്പൻ്റെ അടുത്തും മാത്രമല്ലേ ഞാൻ അനുവാദം ചോദിച്ചത് വാങ്ങിച്ചത്. ഇതിനെന്താ വേണ്ടുന്നത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനെന്നും പ്രാർത്ഥനയിലും മറ്റും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡും ഇത് തന്നെയാണ്, കൊന്ത ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അവരെ ഒന്നും നിർബന്ധിച്ചിട്ടില്ല. മകളെയും നിങ്ങളെന്താ വിശ്വസിച്ചോളൂ എന്നേ ഞാൻ പറയാറുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഈ കർത്താവിൻ്റെയും മാതാവിൻ്റെയും വിശ്വാസത്തിൽ എൻ്റെ കുടുംബത്തെ കൊണ്ടുവരണേന്ന്. അത് സംഭവിക്കുകയും ചെയ്തു. അവർ പ്രാർത്ഥനയിൽ അവർ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് കൊന്ത ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിന് അവിടെ ഒരു പള്ളിയുണ്ട്. എനിക്ക് അവിടെ പോയി എല്ലാ ഞായറാഴ്ചകളും ഞാൻ അവിടെ പോകാറുണ്ട്. പോയി പ്രാർത്ഥിക്കുമ്പം എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ.
അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പറയും, ഞാൻ മനസ്സാ കുർബാന സ്വീകരിച്ച ഒരാളാണ് എൻ്റെ അപ്പ എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുട്ടിൻ്റെ പ്രശ്നം അവിടുന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, എൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ അമ്മേ, എനിക്ക് അവിടെ ചെന്നൊന്ന് മുട്ടുമേലൊന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ഇതിങ്ങനെ, ഞാൻ ഇത്രയും പൂർണ്ണമായും നിങ്ങളെ വിശ്വസിക്കുന്നതാണല്ലോ, എന്നിട്ട് എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ പള്ളിയുടെ ഉദ്ഘാടന ദിവസം തന്നെ എനിക്ക് ആ ആൾത്താര ഇവിടുന്ന് അതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ട്. അവിടുന്ന് ഞാൻ മുട്ടുമ്മേ നിന്നിട്ട് എഴഞ്ഞ് അൾത്താരയുടെ അവിടം വരെ വന്ന് നമസ്കരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മുട്ടിൻ്റെയും അതുപോലെ തന്നെ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെയും വേദന, ഇവിടുത്തെ തൈലം തൊട്ടാണ് ഞാൻ എന്തെങ്കിലും വേദന അനുഭവപ്പെടുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ തൈലം എടുത്ത് തൊട്ട് എന്നിട്ട് അതുമല്ല, നമ്മളെല്ലാം വിശ്വസിക്കേണ്ടുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മയെ എനിക്കൊരു കന്യാസ്ത്രീ അമ്മയാണ് ഈ മാതാവിൻ്റെ പടം ആദ്യമായി എനിക്ക് തരുന്നത്. അതെൻ്റെ ഈ വീടിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കൂടെ. ഞാൻ അതിൽ നോക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇവിടെ നിന്നും കിട്ടി. എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും അത്. അപ്പോൾ ഞാനിങ്ങനെ എന്നും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഈ ഭവനം ഒരുക്കിയത് ഒരു വലിയ പുരേടമായിരുന്നത് പല ഭാഗങ്ങളായി പലരും വാങ്ങിച്ച്. പക്ഷേ എനിക്ക് പറയേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ ആ ഭവനത്തിൽ വന്നു കയറുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊരു പോസിറ്റീവ് എനർജിയായി ഈ ഭവനത്തിന് എന്ന് ചോദിക്കും ആര് വന്നാലും. കാരണം അപ്പം ഞാൻ പറയും, എൻ്റെ കൃപയല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വാസമായി ഇവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, തമ്പുരാനെ എൻ്റെ അമ്മേ, ഞാൻ വെറും ഒരു വാടകക്കാരി മാത്രമാണ്, ഇത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഭവനമാണ്. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് എൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളായ എല്ലാ വിശ്വാസികളും അങ്ങനൊരു വിശ്വാസത്തിൽ പോകുമ്പോൾ മാത്രമേ നമ്മളോടൊപ്പം നമ്മുടെ അപ്പനും അമ്മയും നിൽക്കത്തുള്ളൂ. എന്ത് കിട്ടും ഏത് കിട്ടും എന്നല്ല ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. നമ്മൾ അവരെ സ്നേഹിച്ച് അവരോടൊപ്പം കൂടി നടന്നാൽ നമ്മൾ എന്ത് ചോദിക്കേണ്ട, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർക്കറിയാൻ പറ്റും, നമ്മളൊന്നും പറയണ്ട. പക്ഷേ എന്നാലും അതിലുപരി മനുഷ്യനായതുകൊണ്ട് ചോദിച്ചു പോകും. നമ്മൾ ചോദിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് സമയബന്ധിതമായി തന്നെ നമുക്കത് കാര്യങ്ങൾ സാധിച്ചു തരും. എന്നിട്ട് ഞാൻ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുക, എല്ലാവരും ചോദിക്കുക എത്രാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാ കാര്യം നടന്നതെന്ന്. അപ്പം ഞാൻ പറയാം, അങ്ങനല്ല ചിന്തിക്കേണ്ടുന്നത്, എത്രാമത്തെ ഉടമ്പടിയിലാണെന്നല്ല, അപ്പൻ്റെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നും എന്നോടൊരാൾ ചോദിച്ചു ഇവിടെ വന്നപ്പോൾ. പക്ഷേ എൻ്റെ മകൾക്ക് ജോലിയുടെ സമയമായി, ഞാൻ ചോദിച്ചതുപോലെ തന്നെ ജോലി തന്നു. അത്രമാത്രം നമ്മൾ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. പല പ്രാവശ്യവും നാഷണൽ പെർമിറ്റ് വണ്ടി എന്ന് വെച്ചാൽ പറഞ്ഞുകൂടാ, എന്നാലും എനിക്കൊരു ഇത്തിരി സ്പീഡ് കൂടുതലുള്ള ആളാണ്. ഒരു റേസിംഗ് എഡീഷൻ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുമായിട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ടേ ഞാൻ എന്നാലും നിയമങ്ങൾ പാലിച്ച് തന്നെയാണ് സഞ്ചരിക്കാറുള്ളത്. എത്രയോ പ്രാവശ്യം എന്നെ ആ അപകടങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് പോകുന്നപോലെ തോന്നും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണൊന്നടയ്ക്കും, പിന്നെ കാണുന്നത് എന്നെ ആരോ എടുത്തു മാറ്റി നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിനൊരു കുളിർ അനുഭവപ്പെടും. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞ ആളാണ്. നമ്മൾ ദൈവത്തിനെ തേടിയാൽ, നമ്മുടെ അപ്പനെയും അമ്മയും തേടിയാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അതിന് അവരെ തേടണം ആദ്യം, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പറയാവൂ നമ്മൾ. ഞാനതെൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത്, ഈ കഴിഞ്ഞ മാസം പെരുമ്പുഴയിൽ നിന്ന് ഞാൻ മകളെ കൊല്ലത്ത് വിട്ടിട്ട് തിരിച്ച് ഓടി വരുമ്പം 3 മുക്കിൽ നിന്ന് ഒരു വലിയ ബസ് വന്നിട്ട്, അഷ്ടമുടി ബസ് വന്ന് തിരിഞ്ഞു വരുന്നത്, പുറവിൽ ഞങ്ങൾ കുറേ പേര് നിൽക്കുക, അവർ പുറവിൽ ആളിനെ നോക്കാതെ വണ്ടി പുറകോട്ടിങ്ങെടുത്ത്. അപ്പോഴത്തേന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, നീ വണ്ടി വിട്ടിട്ട് ചാടുന്ന എന്നോട് പറഞ്ഞു. എനിക്ക് പറയുമ്പം തന്നെ ഒരു വല്ലാത്ത അനുഭവമാണ്. ഒരു പെൺപിള്ളേർക്കും അങ്ങനെ തോന്നാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നില്ലേ, ആൺപിള്ളേർ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വണ്ടി തള്ളിയിട്ടിട്ട് ഞാനങ്ങ് ചാടി മാറുമായിരുന്നു. അവിടെ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരെ വഴക്ക് നോക്കുമ്പം എനിക്കതന്നേരം ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പറയുമ്പം തന്നെ ഇപ്പോൾ തന്നെ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടാകുന്നുണ്ട്. ആ ഫസ്റ്റ് വീൽ ആ വണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത്. എൻ്റെ ഒരു ഇതുകളും ആ ഒരു പോറൽ പോലും എൻ്റെ വണ്ടി കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. അതുപോലെ എൻ്റെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ അവസ്ഥയിലാണ് പാത്രത്തിൽ പിടിച്ചപ്പം വെള്ളം കണ്ടത്. അരമണിക്കൂറിനകത്താണ് എനിക്ക് ഫലം തന്നത്. അടുത്തത് ഞാൻ കാണിക്കാം. ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് എന്ന് ഞാൻ എൻ്റെ
പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ മുമ്പിൽ വെച്ച് കൊടുത്തതായത് ഗ്ലാസ്സിൽ കളറ്, ചായയുടെ കളറാണ്. അത് കഴിഞ്ഞ് അരമണിക്കൂർ മുട്ടുമേ നിന്ന് ഞാൻ സങ്കടത്തോടെ ചോദിച്ചു, ഞാനിവിടുന്ന് ഇറങ്ങിപ്പോണോ അമ്മേ, പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കിട്ടിയതാണ് ഈ ഗ്ലാസ്സിലിരിക്കുന്ന ഈ വെള്ളം. ഉപ്പ് ഞാൻ കിണറ്റിൽ ഇട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് ഞാൻ തിരി കത്തിച്ച് അവിടെ കൊണ്ടുവയ്ക്കും കിണറിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഈ തൊടി ശരിയാക്കുന്നവർ 3 തൊടി ഇറക്കണം, അതിനകത്ത് മെറ്റിലിടാം, നെല്ലിപ്പലക പിന്നെ വെച്ച് തരാം, 1 ലക്ഷം രൂപയാവും. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ചെയ്യാണ്ടല്ലേ പറ്റും, എങ്ങനെയായാലും ചെയ്യണമല്ലോ, നമുക്ക് വെള്ളം കുടിക്കണമല്ലോ ആദ്യം. അങ്ങനെ അന്നേരം എനിക്കൊരു ചഞ്ചലപ്പ് എൻ്റെ മനസ്സിനില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ പരിപൂർണ്ണ വിശ്വാസത്തോട് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ഇടതും വലതും 2 കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതിലുപരി ഈ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന എത്രയോ മക്കൾക്ക് ഭവനമൊരുക്കുകയും കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഈ ഭവനത്തിൽ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്ന ഓരോ കന്യാസ്ത്രീ അമ്മമാരെ, അതിലുപരി എൻ്റെ ജോസഫ് അച്ഛനും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ കൂട്ടാറുണ്ട്. ആയുസ്സും ആരോഗ്യമായിരിക്കാൻ. ഞാൻ ഇന്ന് മുകളിൽ കയറിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, കഴിഞ്ഞ തവണ വന്ന് ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയപ്പം അച്ഛൻ്റെ മുഖത്തൊരു മ്ലാനത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം കണ്ടപ്പം വീണ്ടും അച്ഛൻ ഓരോ ദിവസം കഴിയും തോറും മുഖത്തിന് എന്തൊരു തേജസ്സാണ്. കാരണം അത് അമ്മ കൊടുക്കുന്നതല്ലേ, അമ്മയുടെ കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തരാം. ഞാനതുപോലെ തന്നെ ചൊവ്വാഴ്ച തോറും ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട് ഓൺലൈനിൽ. നിങ്ങളെല്ലാവരും അത് ചെയ്യണം, ഞാനത് നിങ്ങളോട് പറയുക. അതുപോലെ നമ്മൾ മനസ്സും ഹൃദയവും എല്ലാം ശുദ്ധമായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം 1 രൂപയായാലും നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമുക്കുള്ളതിൽ പങ്ക്, തോനെ വേണ്ട, ഉള്ളതുപോലെ ആർക്ക് കൊടുത്ത് അത് ആവശ്യമുള്ളവരെ കണ്ടറിഞ്ഞ്, അല്ലാതെ ആവശ്യമില്ലാത്തവരടുത്ത് സ്നേഹം നടിച്ച് അവർക്കൊന്നും കൊടുക്കണ്ട. ആവശ്യമനുസരിച്ച് കണ്ടറിഞ്ഞു ഒരു പുസ്തകമായാലും, എൻ്റെ മകൾ പഠിക്കുന്ന കാലയളവിലല്ല, ഞാൻ ഇപ്പോഴാണത് ഇവിടെ പറയുന്നത്, ഞാൻ പുസ്തകങ്ങളോ ബുക്കുകളോ വാങ്ങിച്ച് 2 പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ഞാൻ എൻ്റെ മകൾക്ക് ബുക്ക് വാങ്ങിക്കുന്ന പോലെ 4 വാങ്ങിച്ച് ഞാൻ ഒരാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ മകൾ LLB പാസ്സായി, ഇപ്പം അയാൾക്ക് SBI ജോലിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അച്ഛൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് നമ്മളെല്ലാം പാലിച്ച് നമ്മൾ ദൈവത്തോടടുത്ത് നിന്നാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ അപ്പൻ്റെ ഉണ്ടാവും. എനിക്ക് 1 കോടാനുകോടി നന്ദി ഞാൻ പറയാം. എന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ വണ്ടിയിൽ കിടക്കുന്ന കീ ചെയിൻ എന്ന് പറയുന്നത് ഞാൻ 2 വർഷം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കൊന്തയാണ് ഞാൻ കീ ചെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു കീ ചെയിനും ഞാൻ എൻ്റെ ചാവിലിടാറില്ല. എൻ്റെ വിശ്വാസമാത്. എന്നെ എപ്പോഴും കൈത്താങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ അന്ന് മുതലേ തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ബൈബിള് ഞാൻ കൊന്ത വായിക്കാറുണ്ട്. ബൈബിളാണ് എൻ്റെ വീട്ടിൽ തുറന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിലും അതെടുത്ത് എനിക്കിപ്പോൾ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വലിയ കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് ഒരിക്കലും എനിക്കൊരു ഡൗട്ട് തോന്നാറില്ല ഏത് കാര്യത്തിനും. എൻ്റെ വിശ്വാസം എൻ്റെ അപ്പനും അമ്മയും അത് സഹായിച്ചു തന്നുള്ളൂ. അവരുടെ ജോലിയാണത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ സംശയിച്ചൊന്നിനെയും കാണത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് ഞാൻ കരുതുന്നത്. അതെൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആ ധൈര്യം എന്നിലേക്ക് അവർ തന്നിരിക്കുന്നതാണ്. ഞാനത് നിങ്ങളോടും പറയുന്നത് അത് തന്നെ ഉള്ളൂ. ഈ പ്രസ്ഥാനം ഇനി അടുത്ത തലമുറകളിലേക്കും, ഇനി നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഇനി വരുന്ന തലമുറകളിലേക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനും ഇവിടുന്ന് വന്ന് പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ഇനി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്ന് അറിയുവാനും ഒക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിലേക്കും അതുണ്ടാകാൻ ഞാൻ ദൈവത്തോട് 1000 പ്രാർത്ഥനയോടുകൂടി എൻ്റെ ആത്മീയ ജീവിതവും എൻ്റെ കുടുംബജീവിതവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എൻ്റെ കുടുംബനാഥൻ നല്ല ആളായിരുന്നു. 3 വർഷമായി, സെപ്റ്റംബർ 13 3 വർഷമായി ദൈവസന്നിധിയിലേക്ക് പോയിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം അത്ര നല്ലൊരു കുടുംബജീവിതമായ എനിക്ക് തന്നത് തമ്പുരാൻ. പക്ഷേ ജീവിച്ച കാലയളവെല്ലാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലാണ് പ്രധാനം.
അല്ലാതെ എന്തിനു വേണ്ടി ജീവിച്ചു എന്നല്ല, നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് കൃപയും നന്ദിയും. ഞാൻ എപ്പോഴും ഒരു ഇതിൽ ഞാൻ പറയാറുണ്ട്, എനിക്കത് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എനിക്കൊരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ പറ്റാത്തതിൽ ഞാൻ സത്യമായിട്ടും പറയുക. അതിന് എന്ത് പ്രശ്നമായാലും എനിക്ക് ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാനും പറ്റില്ല, മാമോദിസ സ്വീകരിക്കാനും പറ്റിയില്ല, ജ്ഞാനസ്നാനം ചെയ്യാനും പറ്റിയില്ലെന്നുള്ള ഒരു മനോവേദന എനിക്ക് എന്നും ഉണ്ട്. എന്നെ അമ്മ അതിനെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പ് അത് സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, അടുത്ത ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മകളായി ജനിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. നന്ദി പറയുക ഞാൻ അമ്മയ്ക്കും അപ്പനും. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 വചനമാണ്. മകളൊരു പ്രത്യേക കാര്യം പറഞ്ഞത്, ഓരോ വ്യക്തികളും ചോദിക്കും എത്ര പ്രാവശ്യം ഉടമ്പടി എടുത്തു, എത്ര പ്രാവശ്യം ഉടമ്പടി പുതുക്കി, എത്ര നാൾ ഉടമ്പടിയിൽ നിന്നു എന്ന് ഓരോ വ്യക്തികൾ ചോദിക്കുമ്പോഴും എനിക്ക് പറയാവുന്ന ഒരേ ഉത്തരവുള്ളൂ, എത്ര പ്രാവശ്യം എന്നല്ല, എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. ഈശോയും അമ്മയോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ്, ഈശോയുടെ അമ്മയെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എത്രമാത്രം ഉടമ്പടി പുതുക്കുന്നു, എത്ര മാസങ്ങളാണ് എത്ര വർഷങ്ങളാണ് പോയെന്നല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് എത്രമാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ്. ഒരക്രൈസ്തവയായ ഒരു സഹോദരിയുടെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ പലപ്പോഴും ഞാൻ 8 പുതുക്കി 6 പുതുക്കി, ഇനി പ്രാർത്ഥിക്കണോ, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം. പക്ഷെങ്കിൽ ഈ സഹോദരി പറഞ്ഞത് ഞാൻ എത്രമാത്രം പുതുക്കിയെന്നല്ല, എത്രമാത്രം പള്ളിയിൽ വന്നെന്നല്ല, എത്ര പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ നോക്കുന്നത്, ഞാൻ എത്രമാത്രം ഈശോയും അമ്മയെ സ്നേഹിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയെയും മനസ്സ് തുറന്ന് നമുക്ക് സ്നേഹിക്കാം. ഈ മകള് വേറൊരു കാര്യം പറഞ്ഞത്, പല പ്രാവശ്യം അപകടങ്ങളിൽ പെട്ടിട്ടും നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളാണ് ഈ മകളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. ഒത്തിരി പ്രാവശ്യം അപകടത്തിൽപ്പെട്ടെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈശോയും അമ്മയും കരങ്ങളിൽ സംരക്ഷിക്കുകയായിരുന്നു. ഈ മകളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കുകയും ചൊവ്വാഴ്ച ധ്യാനം കൂടുകയും മറ്റുള്ളവർക്ക് ആവശ്യമനുസരിച്ച് സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നീടുള്ള ഒരു അവസാനമായിട്ട് പറഞ്ഞ വാക്കാണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണമെന്ന്. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമാണ് ഈശോ നമ്മളെ വിളിച്ചതെന്നും നമ്മുടെ ഒരു സുവിശേഷ പ്രഘോഷണ ജോലി അതാണെന്നും നമുക്കറിയാം. പക്ഷെങ്കിൽ ഈ അക്രൈസ്തവ അമ്മകളുടെ വചനങ്ങൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട്, ഈശോയെ കൂടുതൽ അറിയിക്കാനായിട്ടും അറിയുന്നവരെ ആഴപ്പെടുത്തുവാനുമായിട്ടുമാണ് ഈ മകൾ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രതീക്ഷിക്കാം, നമ്മൾ ഒറ്റയ്ക്കല്ല. കൃപാസനം അമ്മയിലൂടെ നമുക്കും ദൈവത്തെ വിളിക്കാം. കഷ്ടത തരണം ചെയ്യാൻ സഹിഷ്ണുതയുള്ള ശക്തിയും ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മുടെ കൂടെ നിന്ന് തരുന്നു. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. ക്രൂശിന് കീഴിൽ നിന്ന അമ്മ നമ്മെയും ഈശോയിലേക്ക് നയിക്കട്ടെ. ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സിന്ധു കൃഷ്ണനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.